ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്ത്യ സഹോദരി നടത്തുന്ന ക്യാരക്ടർ സ്റ്റഡി എന്ന ശുശ്രൂഷയുടെ ഒരു ഭാഗമാകുവാൻ എന്നെയും ബലപ്പെടുത്തി എനിക്ക് കൃപ നൽകിയ എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ ക്രിസ്ത്യ സഹോദരിയിലെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരിമാരോടും പ്രിയ ലൗലിയോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അനേക സഹോദരിമാർ വിവിധ കഥാപാത്രങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ക്ലാസുകൾ നടത്തിയിട്ടുണ്ട്. എനിക്ക് ഈ പ്രോഗ്രാം വളരെ പ്രയോജനകരമായി തീർന്നിട്ടുണ്ട്. ഇനിയും വരും നാളുകളിലും കർത്താവ് ഈ ശുശ്രൂഷയെ അധികം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ക്യാരക്ടർ സ്റ്റഡിയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ക്യാരക്ടർ സ്റ്റഡിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന കഥാപാത്രം ശൂനേംകാരത്തി എന്ന സ്ത്രീയാണ്. ശൂനേംകാരത്തിയെക്കുറിച്ച് 2 രാജാക്കന്മാർ 4-ാം അധ്യായം 8 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലും 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ശലോമോൻ രാജാവിൻ്റെ കാലത്തിന് ശേഷം ഇസ്രായേൽ രാജ്യം രണ്ടായി പിരിയുന്നു. വടക്കേ രാജ്യം ഇസ്രായേൽ എന്നും തെക്കേ രാജ്യം യഹൂദ എന്നും അറിയപ്പെട്ടിരുന്നു. വടക്കേ രാജ്യമായ ഇസ്രായേലിൽ ശൂനേം എന്ന സ്ഥലത്ത് ഏലീശ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന ദൈവഭക്തയായ ഒരു സ്ത്രീയായിരുന്നു ഈ ശൂനേംകാരത്തി. ഈ സ്ത്രീയുടെ പേര് ബൈബിളിൽ പറയുന്നില്ല. ശൂനേം എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നത് കൊണ്ട് ശൂനേംകാരത്തി എന്ന് അറിയപ്പെട്ടിരുന്നു. ശൂനേം എന്ന സ്ഥലത്തെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ശൂനേം എന്ന സ്ഥലത്തെക്കുറിച്ച് ബൈബിൾ അധികം രേഖപ്പെടുത്തിയിട്ടില്ല. ആദ്യമായി കാണുന്നത് ജോഷുവയുടെ പുസ്തകം 19-ാം അധ്യായം 19-ാം വാക്യത്തിലാണ്. യോശുവ കനാൻ ദേശം പിടിച്ചടക്കിയ ശേഷം ഇസ്രായേൽ മക്കൾക്ക് ഗോത്രമായി അവകാശം വിഭജിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇസ്സാഖാർ ഗോത്രത്തിന് അവകാശമായി ലഭിച്ച ഒരു സ്ഥലമാണ് ശൂനേം. ആ ഗോത്രത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ശൂനേം എന്ന സ്ഥലം. അടുത്തതായി ശൂനേമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 1 ശമൂവേൽ 28-ാം അധ്യായം 4-ാം വാക്യത്തിലാണ്. ശൗലും ഇസ്രായേൽ ജനമൊക്കെയും ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാൻ ഗിൽബോവായിൽ പാളയമിറങ്ങുന്നു. അപ്പോൾ ഫെലിസ്ത്യർ വന്ന് പാളയമിറങ്ങുന്നത് ശൂനേമിലാണ്. ശൂനേമിൽ ഒരു വലിയ നീരുറവുണ്ടായിരുന്നു, അതായത് ഒരു ഫൗണ്ടൻ. ധാരാളം വെള്ളം ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഫെലിസ്ത്യർ അവിടെ പാളയമിറങ്ങിയത്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കുകയും ശൗലും 3 പുത്രന്മാരും മരിക്കുകയും ചെയ്യുന്നു. അടുത്തതായി നാം കാണുന്നത് 1 രാജാക്കന്മാർ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആണ്. ദാവീദ് രാജാവ് വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ രാജാവിൻ്റെ കുളിർ മാറ്റുവാനും രാജാവിനെ ശുശ്രൂഷിപ്പാനും രാജപുത്രന്മാർ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ഇസ്രായേൽ ദേശത്തെല്ലായിടവും അന്വേഷിച്ചു. അവസാനം അവർ അബീഷഗ് എന്ന യുവതിയെ കണ്ടുമുട്ടുന്നു. അവൾ ശൂനേംകാരത്തിയായിരുന്നു. അടുത്തതായി ശൂനേംകാരത്തിയോടുള്ള ബന്ധത്തിൽ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിനും 8-ാം അധ്യായത്തിലും ശൂനേം എന്ന സ്ഥലത്തെക്കുറിച്ച് വായിക്കുന്നു. ഇങ്ങനെ ബൈബിളിൽ 4 ഭാഗങ്ങളിലാണ് ശൂനേം എന്ന സ്ഥലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ശൂനേമിന് വേറൊരു പ്രാധാന്യമുണ്ടായിരുന്നു. പഴയ കാലത്ത് ഈജിപ്തിൽ നിന്നും സിറിയയിൽ ദമസ്കസ് വരേക്കും ഒരു അന്തർരാഷ്ട്ര ദേശീയപാത ഉണ്ടായിരുന്നു, അതായത് ഒരു ഇന്റർനാഷണൽ ഹൈവേ. അതിൻ്റെ പേര് വയാ മാരീസ് എന്നാണ്. മലയാളത്തിൽ അതിനെ കടൽ വഴി എന്ന് പറയുന്നു. ഈ കടൽ വഴിയെക്കുറിച്ച് യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് വായിക്കാം. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇവിടെ കടൽ വഴി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വയാ മാരിസിനെ കുറിച്ചാണ്. ഈ ദേശീയപാത ശൂനേമിനോട് ചേർന്നായിരുന്നു കടന്നു പോയിരുന്നത്. വ്യാപാരികൾ ഈജിപ്തിൽ നിന്നും ദമസ്കസ് വരേക്കും യാത്ര ചെയ്തിരുന്നത് ഈ ദേശീയപാതയിൽ കൂടെയായിരുന്നു. കൂടാതെ ധാരാളം യാത്രക്കാരും ഈ പാത ഉപയോഗിച്ചിരുന്നു. ഏലിശയും ഗേഹസിയും കൂടെ യാത്ര ചെയ്തിരുന്നത് ഈ ദേശീയപാതയിൽ കൂടിയായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ശൂനേമിലെത്തുന്നത് വിശ്രമിക്കുവാനായിരുന്നു. ശൂനേം എന്ന സ്ഥലത്തിൻ്റെ അർത്ഥം 2 റെസ്റ്റിംഗ് പ്ലേസസ്
അഥവാ ഡബിൾ റീപ്പോസ് എന്നാണ്. അതായത് വിശ്രമിക്കുവാനായി ഇരട്ടി ശാന്തമായ അന്തരീക്ഷമുള്ള ഒരു സ്ഥലം എന്നർത്ഥം. അതുകൊണ്ടായിരിക്കാം എലീഷയും ഗേഹസിയും യാത്ര ചെയ്യുമ്പോൾ ശൂനേമിൽ വിശ്രമിക്കുവാനായി എത്തിയിരുന്നത്. ശൂനേം എന്ന സ്ഥലം ഗിൽബോവ പർവ്വതത്തിൻ്റെ വടക്ക് ഭാഗത്തായി ഗലീല കടലിൻ്റെ തെക്ക് പടിഞ്ഞാറ് 15 മൈൽ ദൂരെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. യേശുക്രിസ്തു നയിനിലെ വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഈ നയിൻ എന്ന പട്ടണം ശൂനേമിനോട് വളരെ അടുത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ശൂനേമിൻ്റെ സ്ഥാനം ഗലീലയിലായിരുന്നു. കർമ്മേൽ ശൂനേമിൽ നിന്നും വടക്ക് പടിഞ്ഞാറായി 20 മൈൽ ദൂരെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ശൂനേം വളരെ ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമായിരുന്നു. അവിടെ ധാരാളം വെള്ളം ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം അത് ഫലഭൂയിഷ്ഠമായിരുന്നത്. ഇവിടുത്തെ പ്രധാന കൃഷി യവമായിരുന്നു എന്ന് ശൂനേമിനെ കുറിച്ച് ചിന്തിക്കുവാൻ സാധിച്ചു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.